നമസ്കാരം, ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. ജർമ്മനിയിലെ വുപ്പേർട്ടറിൽ യാത്രക്കാർക്ക് ലഭിക്കുക സയൻസ് ഫിക്ഷനുകളിലും നോവലുകളിലുമൊക്കെ കാണുന്നത് പോലെ വിസ്മയിപ്പിക്കുന്ന ഒരു ട്രെയിൻ യാത്രയാണ്. കാരണം ഇവിടെ ട്രെയിനുകൾ ഓടുന്നത് സാധാരണ പോലെ ട്രാക്കുകളിൽ നേർരേഖയിലല്ല, തല തിരിഞ്ഞാണ്. ജർമ്മനിയിലെ വുപ്പേർട്ടാലിലുള്ള ഒരു സസ്പെൻഷൻ റെയിൽവേയാണ് വുപ്പേർട്ടാലർ ഷോയ്ബേബാൻ എന്ന തലകീഴായി കിടക്കുന്ന ട്രെയിൻ. പാളത്തിനടിയിൽ തൂങ്ങിക്കിടന്ന് ജർമ്മനിയിലെ നഗരദൃശ്യങ്ങൾക്കും വളഞ്ഞുപുളഞ്ഞ നദിക്ക് മുകളിലൂടെയും ഒഴുകി നീങ്ങുന്ന ഒരു ട്രെയിൻ. ഒരു ഫാന്റസി ഫിക്ഷൻ സിനിമയിലെയോ സയൻസ് ഫിക്ഷൻ സിനിമയിലെയോ രംഗം പറയുന്നതല്ല, യാഥാർത്ഥ്യമാണ്. ഈ കാഴ്ചയ്ക്ക് നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സസ്പെൻഷൻ റെയിൽവേ സംവിധാനമായ വുപ്പേർട്ടൽ ഷോയ്ബേബാൻ 1901 മുതൽ ജർമ്മനിയിൽ സർവീസ് നടത്തുകയാണ്. ഈ ശ്രദ്ധേയമായ എഞ്ചിനീയറിംഗ് വിസ്മയം അതിൻ്റെ അസാധാരണമായ ഭംഗി കൊണ്ട് സഞ്ചാരികളെ ആകർഷിക്കുന്നതിനോടൊപ്പം പ്രതിദിനം ആയിരക്കണക്കിന് യാത്രക്കാർ ഇതിൽ സഞ്ചരിക്കുന്നുമുണ്ട്. സസ്പെൻഷൻ റെയിൽവേ എന്നത് എലിവേറ്റഡ് മോണോ റെയിലിൻ്റെ ഒരു രൂപമാണ്. ഇതിൽ വാഹനം ഒരു നിശ്ചിത ട്രാക്കിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുന്നു. അത് തെരുവുകൾക്കും ജലപാതകൾക്കും അല്ലെങ്കിൽ നിലവിലുള്ള റെയിൽവേ ട്രാക്കുകൾക്കുമെല്ലാം മുകളിലൂടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ട്രാക്കിനടിയിൽ തൂങ്ങിക്കിടക്കുന്ന ട്രെയിൻ ബോഗികൾ മുകളിലൂടെ നീങ്ങുന്നു. വിവിധ സ്ഥലങ്ങളിലൂടെ ഈ ട്രെയിൻ നീങ്ങുമ്പോൾ യാത്രക്കാർക്ക് അതിമനോഹരമായ ആകാശ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. വ്യവസായിയും എഞ്ചിനീയറുമായ യുഗൻ ലാംഗമിൻ്റെ തൻ്റെ പഞ്ചസാര ഫാക്ടറിയിൽ ചരക്ക് നീക്കുന്നതിനായാണ് ആദ്യമായി ഒരു സസ്പെൻഷൻ റെയിൽവേ പരീക്ഷിച്ചത്. 1893 അദ്ദേഹം തൻ്റെ സസ്പെൻഷൻ റെയിൽവേ സംവിധാനം നഗരത്തിന് സമ്മാനിച്ചു. ഇപ്പോഴും പ്രവർത്തനത്തിലുള്ള സസ്പെൻഷൻ റെയിൽപാതകൾ ജപ്പാനിലും ജർമ്മനിയിലും ആണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ പൊതുവെ വരുന്ന റിപ്പോർട്ടുകൾ. ഏറ്റവും മികച്ച തലകീഴായ റെയിൽ ശൃംഖല ജർമ്മനിയിലെ വുപ്പേർട്ടൽ ഷോയ്ബേബാനിലാണ്. പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഇത് ഇപ്പോഴും സജീവമാണ്. ഈ ശൃംഖല വർഷങ്ങളായി നിരവധി സ്റ്റേഷനുകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രതിദിനം 82,000 ആളുകളാണ് ഇങ്ങനെ തലകീഴായ ഈ ട്രെയിൻ യാത്ര ആസ്വദിക്കുന്നത്. വുപ്പേർട്ടൽ എന്ന നഗരത്തിലാണ് ഷോയ്ബേബാൻ സ്ഥിതി ചെയ്യുന്നത്. ഉയരമുള്ള ഇരുമ്പ് കമാനങ്ങളുടെ ഒരു നീണ്ട നിരയിലൂടെ നീങ്ങുന്ന ഈ ട്രെയിൻ തെരുവുകൾക്ക് മുകളിലൂടെ അനായാസമായി പറക്കുന്ന പ്രതീതിയാണ് നൽകുന്നത്. റോഡുകളിലൂടെയും മാർക്കറ്റ് ഏരിയകളിലൂടെയും കാൽനടയാത്രക്കാരുടെ തലയ്ക്ക് മുകളിലൂടെയും സഞ്ചരിക്കുന്നതിനോടൊപ്പം യാത്രയുടെ ഒരു വലിയ ഭാഗം വളഞ്ഞുപുളഞ്ഞ വുപ്പർ നദിയുടെ വിശാലമായ കാഴ്ചകളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. വളരെ അതിമനോഹരമായ ഒരു സംഭവമാണിത്. നമുക്കൊരു പക്ഷേ ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം തലയ്ക്ക് മുകളിലൂടെ തല കീഴായി കടന്ന് മേലെ കൂടെ പോകുന്ന ഒരു ട്രെയിൻ. പാളങ്ങൾ മേലേക്കായിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടെ പോകുമ്പോൾ ഒരു വല്ലാത്തൊരു അനുഭവമാണ് യാത്രക്കാരിൽ ഉണ്ടാകുന്നത്. ചില ഭാഗങ്ങളിൽ നിലത്ത് നിന്ന് ഏകദേശം 29 അടി 8.8 മീറ്റർ വരെ ഉയരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു യാത്ര. എഞ്ചിനീയറിംഗിൻ്റെ അസാമാന്യമായ വൈഭവം തന്നെയാണ് ഇത് കാണിക്കുന്നത്. അതുപോലെ തന്നെ മനോഹരമായ ഒരു നഗര നിരീക്ഷണവും നമുക്ക് ഇതുകൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ അനുഭവിക്കാൻ ഏറ്റവും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു അനുഭവം തന്നെയാണ് അത് എന്നാണ് പറയുന്നത്. ഈ കാഴ്ചപ്പാട് തന്നെയാണ് പല സന്ദർശകരെയും ഈ യാത്ര തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകവും. ഇനി ഇതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഷോയ്ബേബാൻ്റെ കഥ പറയുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് ഇത് ആരംഭിക്കുന്നത്. 1880-കളിൽ വുപ്പേർട്ടലിൻ്റെ വളർന്നുവരുന്ന തുണി വ്യവസായം ഈ പട്ടണത്തെ ഒരു വളരുന്ന നഗര കേന്ദ്രമാക്കി മാറ്റുകയായിരുന്നു. ജനസംഖ്യ വർദ്ധിക്കുകയും ഗതാഗതം അത്യാവശ്യമായി വരികയും ചെയ്തതോടെ നഗരത്തിൻ്റെ ഇടുങ്ങിയ നദീതടത്തെ തടസ്സപ്പെടുത്താതെ ഒരു ഗതാഗത ശൃംഖല ആവശ്യമായി വന്നു. പരമ്പരാഗത ട്രാമുകളും റെയിൽവേകളും വുപ്പർ നദിയുടെ വളഞ്ഞുപുളഞ്ഞ തീരങ്ങളിൽ സ്ഥാപിക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം ഇത് നദിയുടെ തീരത്താണ് ഈ ഫാക്ടറികളെല്ലാം വളരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നദിയുടെ യാത്രയെ ഭംഗപ്പെടുത്താതെ റെയിൽവേകളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നിരുന്നു. ആ സമയത്താണ് ഈ വെല്ലുവിളിക്ക് എഞ്ചിനീയറും സംരംഭകനുമായ യുജൻ ലാംഗൻ ഒരു അസാധാരണമായ ഉത്തരം നൽകുകയാണ് ചെയ്തത്. അദ്ദേഹമാണ് ഈ സസ്പെൻഷൻ റെയിൽവേ എന്ന ആശയം മുന്നോട്ട് വെച്ചത്. നഗരം ഈ ആശയം സ്വീകരിക്കുകയും നിർമ്മാണം 1898 ആരംഭിക്കുകയും ചെയ്തു. 1901 ആയപ്പോഴേക്കും തലകീഴായുള്ള റെയിൽ യാത്രയുടെ ഒരു പുതിയ യുഗം ആരംഭിക്കുകയും ചെയ്തു.
ഭൂമിശാസ്ത്രപരമായ ഒരു വെല്ലുവിളിക്കുള്ള പരിഹാരമായി തുടങ്ങിയ ഈ പദ്ധതി താമസിയാതെ നഗരത്തിന്റെ അത്ഭുതമായി മാറി. ഈ തലകീഴായ തീവണ്ടി സംവിധാനം സാങ്കേതികമായി ഒരു സസ്പെൻഷൻ മോണോ റെയിലാണ്. പാളങ്ങളിൽ ചക്രങ്ങൾ ഉപയോഗിച്ച് ഉരുണ്ടു കൂടുന്നതിന് പകരം ട്രെയിൻ മുകളിൽ നിന്ന് ട്രാക്കുകളുമായി ബന്ധിപ്പിച്ച് അവയിൽ തൂങ്ങിക്കിടക്കുന്നു. ചക്രങ്ങൾ മുകളിലായതിനാൽ താഴെ നഗരം ഒഴുകി നീങ്ങുമ്പോൾ യാത്രക്കാർ നിവർന്നിരുന്ന് യാത്ര ചെയ്യുന്നത് ഏതാണ്ട് പൊങ്ങിക്കിടക്കുന്ന ഒരു അനുഭവം സൃഷ്ടിക്കുന്നു. 20 സ്റ്റേഷനുകളിലൂടെയുള്ള ഈ പൂർണ്ണയാത്രയ്ക്ക് ഏകദേശം 35 മിനിറ്റ് എടുക്കും. അതായത് 35 മിനിറ്റ് കൊണ്ട് 20 സ്റ്റേഷനുകളിൽ ഈ ട്രെയിൻ നിർത്തുന്നുണ്ട്. ഇത് യാത്രക്കാർക്ക് നദി, നഗര ജില്ലകൾ, ട്രാക്കുകൾക്ക് താഴെ നടക്കുന്ന ദൈനംദിന ജീവിതം എന്നിവ ആസ്വദിക്കാൻ മതിയായ സമയം നൽകുന്നതാണ്. വർഷങ്ങളായി റെയിൽവേ നിരവധി തവണ ആധുനികവൽക്കരിക്കപ്പെട്ടു. പുതിയ വാഗണുകൾ പഴയ മോഡലുകൾക്ക് പകരം വന്നു. എന്നിരുന്നാലും ഇത് 1901 തുടങ്ങിയതായതുകൊണ്ട് അതിൻ്റെ ഒരു സ്മരണയ്ക്കായി കൈസർ വിൽഹെം രണ്ടാമൻ ഒരിക്കൽ യാത്ര ചെയ്തിട്ടുള്ള കൈസർ വാഗൺ എന്ന ആദ്യത്തെ വാഗൺ ഇപ്പോഴും സ്വകാര്യ ടൂറുകൾക്കായി വാടകയ്ക്ക് എടുക്കാൻ കഴിയും. ഇത് ഉപ്പർട്ടലിൻ്റെ ഭൂതകാലത്തിൻ്റെ ഒരു ഭാഗമാണ് സംരക്ഷിക്കുന്നത്. ഇനി ഇതിലത്തെ യാത്ര എന്ന് പറഞ്ഞാൽ സാങ്കേതികമായി സസ്പെൻഷൻ മോണോറെയിലാണെങ്കിലും വുപ്പട്ടൽ ഷൊയ്ബാബാന്റെ ഇപ്പോഴത്തെ ദൈനംദിന ഗതാഗതത്തിന്റെ പ്രധാന ഭാഗമായി തുടരുന്നുണ്ട്. പ്രതിദിനം 82,000-ലധികം ആളുകൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. ഇതൊരു കൗതുകം മാത്രമല്ല, നഗരപര്യവേക്ഷണം ചെയ്യുന്നതിനുള്ള ഒരു പ്രായോഗിക ആരംഭ പോയിന്റ് കൂടിയാണ്. ഒരു ദിവസത്തെ പാസിന് ഒരാൾക്ക് 8.80 യൂറോ, ഏകദേശം 905 രൂപയാണ് ഒരു പ്രാവശ്യം യാത്ര ചെയ്യുന്നതിനുള്ള ചെലവ്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാം. ഈ ചരിത്രപരമായ എഞ്ചിനീയറിംഗ് അത്ഭുതത്തിലൂടെയുള്ള യാത്ര ജർമ്മൻ നഗരത്തിന്റെ ചരിത്രത്തെയും നഗരജീവിതത്തെയും അടുത്തറിയാനുള്ള സവിശേഷമായ ഒരു അവസരമാണ് സഞ്ചാരികൾക്ക് നൽകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇതുപോലെ തന്നെ തൂങ്ങിക്കിടക്കുന്ന ട്രെയിൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്? ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ട്രെയിൻ ഇല്ലാത്ത സ്ഥലമാണ് ഇടുക്കി. അപ്പോൾ ഇടുക്കിയിൽ കൂടെ ട്രെയിൻ ഗതാഗതം സാധ്യമല്ലാത്തത് കൊണ്ടാണ്, മലഞ്ചെരുവുകളെല്ലാം കൂടുതലുള്ളത് കൊണ്ടും ട്രെയിൻ യാത്ര പാളങ്ങളില്ല. അപ്പോൾ അവിടെ വേണമെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം പരീക്ഷിച്ചു നോക്കിയാൽ എങ്ങനെയിരിക്കുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ.